ഡീലിമിറ്റേഷൻ വനിതാ സംവരണ ബില്ലിൽ കലങ്ങി മറിഞ്ഞു പാർലമെന്റ്. ലോക്സഭാ സീറ്റുകൾ 850 ഉയർത്തി സംവരണം നടപ്പാക്കാനുള്ള നീക്കത്തെ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനും മണ്ഡല പുനർനിർണയത്തിനുള്ളതുമടക്കം 3 ബില്ലുകളാണ് പാർലമെന്റിലെത്തിയത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ വോട്ടെടുപ്പോടെയാണ് അവതരണാനുമതി ലഭിച്ചത്. 285 അംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ 185 പേർ എതിർത്തു. ബില്ലിൽ നാളെ 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കും. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നും ഹൈജാക്ക് ചെയ്യാനാണെന്നും പ്രതിപക്ഷം വിമർശിച്ചപ്പോൾ വിമർശനം ചർച്ചയിലാകാമെന്നാണ് സർക്കാർ നിലപാട്. 33% of women reservation. Why don't you implement in 2024 election? The protection of the state has been given by the constitution 25 years. In 2001, Atal Bihari Vajpayee also extended that protection. Now you want to take away the protection given by Indira Ji and Atal Bihari Vajpayee. Your intention is very clear, sir. 131st Constitution Amendment Bill is not meant for the women reservation, but it is meant for the delimitation. That is the basic objection we are raising. Sir, whether the government is not aware of that, the delimitation process as well as the census process will take time, so that after the delimitation, the women reservation bill can be made practicable only by 2034. In this context, introducing another amendment raises doubt about the government's interest, especially amid forthcoming state elections, suggesting political motive rather than democratic commitment. Such significant amendment cannot be rushed. This bill risks centralizing power and weakening states. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തമ്മിലുള്ള വാക്പോരിനും ലോക്സഭ ഇന്ന് വേദിയായി. कि धर्म के आधार पर मुस्लिमों को किसी भी प्रकार का आरक्षण गैर संवैधानिक है, इसका सवाल ही पैदा नहीं होता है. अध्यक्ष महोदय, अनडेमोक्रेटिक बात माननीय मंत्री जी ने कही. हो सकता है उन्होंने धर्म की बात कही हो, लेकिन पूरा देश आदि आबादी को आरक्षण चाहता है. अध्यक्ष महोदय, मैं माननीय मंत्री से जानना चाहता हूं, क्या मुस्लिम महिला आदि आबादी में नहीं आती हैं? തമിഴ്നാട്ടിൽ വീടുകളിലും തെരുവോരങ്ങളിലും കരിങ്കൊടി നാട്ടി DMK പ്രതിഷേധിച്ചു. ശരത്നാൽ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ശരത്ത്, വലിയ പ്രതിപക്ഷത്തിന്റെ ബഹളങ്ങൾക്കിടയിലാണ് ഈ ബില്ലിൽ നിന്ന് അവതരണാനുമതി ലഭിച്ചത്. ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ വനിതാ സംവരണത്തെ മറയാക്കി ഡീലിമിറ്റേഷൻ നടത്തുന്നതിനോട് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് തുടരുകയാണ്. അത് 18 മണിക്കൂർ എന്തായാലും ചർച്ചയ്ക്ക് ഒരു അവസരം മുൻപിലുണ്ട്. എന്താണ് ഇന്ന് ലോക്സഭയിൽ ആകെ സംഭവിച്ചത്? നാളെ ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം? അരുണ, ഇന്ന് 11 മണിക്ക് സഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ബഹളമുണ്ടായിരുന്നു. എന്നാൽ ആശാ ഭോസ്ലേക്കുള്ള അടക്കമുള്ള MPമാർക്ക് മുഹ്സിന ഖിദ്വായി അന്തരിച്ച മുഹ്സിന ഖിദ്വ അടക്കമുള്ള MPമാർക്ക് അനുശോചന പ്രമേയം സ്പീക്കർ വായിക്കുകയും തുടർന്ന് അതിനുശേഷം കൽപ്പാക്കം ആണവോർജ്ജത്തിലെ ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിക്കുകയും ചെയ്ത ശേഷമാണ് വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാനുള്ള അനുമതിക്ക് വേണ്ടി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മഗേക്കർ അനുമതി തേടിയത്. അമിത്ഷായും ഇതിന് രണ്ടിനെയും കടുത്ത ശക്തമായ എതിർപ്പോടെ തന്നെയാണ് KC വേണുഗോപാലാണ് ആദ്യം എതിർപ്പ് അറിയിച്ചത്. റൂൾ 73 പ്രകാരം ഇത് അവതരണാനുമതിയല്ല, ഒരു പ്രാവശ്യം അവതരിപ്പിച്ച ബില്ലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ബില്ല് അവതരിപ്പിക്കുന്നതിന് സ്പീക്കർ അനുമതി നൽകരുത് എന്ന കടുത്ത ഒരു ആവശ്യമാണ് KC വേണുഗോപാൽ ഉന്നയിച്ചത്. അതിന് പിറകെ തന്നെ ഇതേ ആവശ്യം തന്നെ DMKയും TMCയും അതേപോലെ സമാജ് പാർട്ടിയും ഉന്നയിച്ചു. അതേ തുടർന്നിനാണ് ശബ്ദ വോട്ടോടെ ഈ ബില്ലിന് അവതരണാനുമതി നൽകാനുള്ള സ്പീക്കറുടെ നീക്കത്തെയും പ്രതിപക്ഷം ശക്തമായി എതിർത്തു. വോട്ടിംഗ് വേണം, അത് ഡിവിഷൻ വേണമെന്ന ആവശ്യത്തിന് ഒടുവിൽ സ്പീക്കർ ഓം ബിർള വഴങ്ങേണ്ടി വന്നു. ഡിവിഷന് ശേഷം മാത്രമാണ് അവതരണ അനുമതി നൽകിയിരുന്നത്. വോട്ടിങ്ങിലൂടെ മാത്രമേ ഭൂരിപക്ഷം തെളിയിച്ച ശേഷം മാത്രമാണ് ബില്ലിന് അവതരണാനുമതി സ്പീക്കർക്ക് നൽകാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഇതിനിടെ മുസ്ലിം വനിതകൾക്ക് ഈ വനിതാ സംവരണത്തിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന സമാജ്വാദി പാർട്ടി
നേതാവിലെ ആവശ്യം മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഉള്ള ശ്രമവും BJP ഭാഗത്തുനിന്നുണ്ടായി. BJP അമിത്ഷാ തന്നെയും കിരൺ റിജിജു തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും മതാടിസ്ഥാനത്തിൽ മുസ്ലിം മതമായാലും സംവരണം അനുവദിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. ഇത് പിന്നെ സമാജ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവും അമിത്ഷായും തമ്മിലുള്ള നേരിട്ടുള്ള വാക്പോരിലേക്ക് എത്തിച്ചു. തുടർന്ന് വളരെ പണിപ്പെട്ടാണ് കാര്യങ്ങൾ സ്പീക്കർ നിയന്ത്രിച്ചത്. അതേപോലെ തന്നെ ബില്ലിനെ അവതരണാനുമതി നൽകിയാൽ പോലും ബില്ല് അവതരിപ്പിച്ചപ്പോൾ KC വേണുഗോപാൽ വീണ്ടും റൂൾ ബുക്ക് പ്രകാരം ബില്ലിനെതിരെയുള്ള തൻ്റെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഏതായാലും ബില്ല് അവതരിപ്പിക്കുകയും ബില്ലിൽ തുടർന്നുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടി തീരുമാനമാവുകയും ചെയ്തു. പ്രധാനമന്ത്രി നാളെ ബില്ലിൽ ചർച്ചയിൽ സംസാരിക്കുമെന്നാണ് NDA വ്യക്തമാക്കിയിരിക്കുന്നത്. ബില്ലിനെ മറുപടി പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും. ബില്ലിലെ വോട്ടെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് ഏതായാലും വോട്ടെടുപ്പിൽ ബില്ലിനെ തോൽപ്പിക്കാൻ കഴിയും. 3-2 ഭേദഗതി, ഏതായാലും 3-2 ഭരണ ഭൂരിപക്ഷം ഈ ഭരണഘടനാ ഭേദഗതിക്ക് ലഭിക്കില്ല എന്ന് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ബിൽ പരാജയപ്പെടും, ബില്ലിനെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് തന്നെ സർക്കാർ ബില്ല് പിൻവലിക്കണം എന്നൊരു നിർദ്ദേശമാണ് പ്രതിപക്ഷം, ഒരു ആവശ്യമാണ് പ്രതിപക്ഷം ഇന്ന് ശക്തമായി ഉന്നയിച്ചത്. ഇനി വരും മണിക്കൂറുകളുള്ള ചർച്ചകളും ഈ ആവശ്യം തന്നെയായിരിക്കും ഉന്നയിക്കപ്പെടുക. വളരെ പ്രധാനപ്പെട്ട കാര്യം, DMK അംഗങ്ങൾ ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചാണ് സഭയിലെത്തിയത്. DMKയുടെ എല്ലാ ലോക്സഭാ അംഗങ്ങളും കറുത്ത വസ്ത്രം, പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രമാണ് ധരിച്ചത്. എന്നാൽ BJP വളരെ പ്രധാനപ്പെട്ട ഡൽഹിയിലുടനീളം BJP ബോർഡുകളും അല്ലെങ്കിൽ നാരി ശക്തി ബില്ലിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി ബോർഡുകളും അതുപോലെ ചെറിയ ചെറിയ വനിതാ കൂട്ടായ്മ പ്രകടനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് ഈ വനിതാ ബിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇതേതായാലും ഇപ്പോൾ നിലവിലുള്ള തരത്തിൽ സഭയിലെ ചർച്ചകൾ മുന്നോട്ട് പോകും. നാളെ സഭയിലെ വോട്ടെടുപ്പ് ഉണ്ടാകും. ആ വോട്ടെടുപ്പിൽ 360 അല്ലെങ്കിൽ വോട്ടെങ്കിലും നേടിയാൽ മാത്രമേ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാകുകയുള്ളൂ. അത് ഇന്നത്തെ നിലവിൽ പ്രതിപക്ഷത്ത് ഇത്തരമൊരു വിള്ളൽ കാണാനില്ല. കാരണം പ്രതിപക്ഷത്തിൽ നേരത്തെ വനിതാ സംവരണ ബില്ലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച 4 പ്രധാനപ്പെട്ട കക്ഷികൾ, അതായത് RJD, അതേപോലെ തന്നെ മുസ്ലിം ലീഗ്, അതേപോലെ തന്നെ SP തുടങ്ങിയ, അതേപോലെ തന്നെ OWൈസിയുടെ പാർട്ടിയൊക്കെ തന്നെ ഇപ്പോൾ വനിതാ സംവരണ ബിൽ പഴയപടി 33%, 543-ൽ 33% നൽകുകയാണെങ്കിൽ തങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്, ഡീലിമിറ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട് എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ OBC സംവരണവും അതുപോലെ മുസ്ലിം സംവരണവും ഉപേക്ഷിക്കാൻ തയ്യാറാണ് സർക്കാർ. 543-ൽ, അതായത് നിലവിലുള്ള സ്ട്രെങ്തിൽ, ലോക്സഭയിലെ സ്ട്രെങ്തിൽ തന്നെ അതിൽ 33%. ശരി ശരത്ത്, എന്തായാലും ചർച്ചയ്ക്ക് 18 മണിക്കൂർ ചർച്ചയുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.